ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ഹാജരായില്ലെങ്കിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുവാൻ സാധ്യത. സ്വർണം പൂശിയവയും തകിട് പതിച്ചവയും ചെമ്പെന്നെഴുതിയവരും ഒക്കെ അകത്താകും. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നത് അതാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് വളരെ കൃത്യമാണ്. ഇനി ആർക്കും ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. വാസുവിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇനിയുമുണ്ട് ഉന്നതർ. ആ ഉന്നതരിലേക്കുള്ള അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ പലരും അകത്താകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ ഒളിച്ചു കളിക്കുകയാണ് പത്മകുമാർ. ഇനിയും അത്തരത്തിൽ ഹാജരായില്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ വീട്ടിലെത്തി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം പത്മകുമാറിന് പലവട്ടം നോട്ടീസ് നൽകി കഴിഞ്ഞു. അടിയന്തരമായി ഹാജരാകണമെന്നുള്ളതാണ് നോട്ടീസ്. നേരത്തെ പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അന്നും ഈ ആരോഗ്യ കാരണങ്ങളൊക്കെ പറഞ്ഞ് ഹാജരാകാൻ സാധിക്കില്ല എന്ന അന്വേഷണ സംഘത്തെ അദ്ദേഹം അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ എത്ര നാൾ പത്മകുമാറെ നിങ്ങൾക്ക് ഒളിച്ചു കളിക്കാൻ കഴിയും? ഒപ്പം തന്നെ മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയുണ്ടായി. വാസു ഇപ്പോൾ റിമാൻഡിലുമാണ്. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെയും അറസ്റ്റ് ചെയ്യും. CPM നേതാവായിട്ടുള്ള വാസു നമുക്കറിയാം, മുൻ കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. CPMന്റെ വലിയ വിശ്വസ്തനായിരുന്നു അയാൾ. പത്മകുമാറാണെങ്കിൽ CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതാവാണ്. നിലവിൽ ഔദ്യോഗിക പക്ഷവുമായിട്ട് പിണക്കത്തിലാണെങ്കിലും പാർട്ടിയിലൊന്നും മാറ്റമില്ല. ഈ സാഹചര്യത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുവാൻ രാഷ്ട്രീയ സമ്മർദ്ദവും പോലീസിന്മേൽ ഇല്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് പത്മകുമാർ ഉള്ളിലാവും, ജയിലിനകത്തേക്ക് പോകേണ്ടി വരും. പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് വാസു ദേവസ്വം ബോർഡിന്റെ പ്രധാന പദവി വഹിച്ചിരുന്നു. ദേവസ്വം ബോർഡ് കമ്മീഷണറായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ വാസുവിന് പങ്കുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസിലാണ് വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. ദേവസ്വം ബോർഡ് ജീവനക്കാരായിരുന്ന മുരാരി ബാബു, സുധീഷ് കുമാർ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പത്മകുമാറിന് ശേഷം വാസുവായിരുന്നു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറയപ്പെടുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ പത്മകുമാറും ഈ വാസുവും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അന്ന് കമ്മീഷണറായിരുന്ന വാസുവും പ്രസിഡന്റായിരുന്ന പത്മകുമാറും തമ്മിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. അന്ന് പത്മകുമാറെടുത്ത നിലപാടിനോട് യോജിക്കുവാൻ വാസുവിന് കഴിഞ്ഞില്ല. വാസു സ്ത്രീകളെ പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു. പിണറായിയുടെ അതിവിശ്വസ്തനായി നിന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതിന്റെ പേരിൽ മാത്രമാണ് പത്മകുമാറും ഈ പറയുന്ന CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയുമായിട്ട് ചെറിയൊരു അകലം അല്ലെങ്കിൽ ഒരു അകൽച്ച ഉണ്ടായത് എന്നാണ്. അപ്പൊ ഇവിടെ ഇവർ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസം സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഏറ്റവും വിശ്വസ്തനായ ആളായ വാസു നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പത്മകുമാറിനെ മറികടന്ന് ദേവസ്വം ബോർഡിലെ പല നടപടികളും വാസു കൈക്കൊള്ളുകയും ചെയ്തിരുന്നു. ഇതിനെല്ലാം സർക്കാരിൽ നിന്ന് വാസുവിന് നല്ല പിന്തുണ ലഭിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പത്മകുമാർ നൽകുന്ന മൊഴി എന്ന് പറയപ്പെടുന്നത് നിർണായകമാകും. സർക്കാരിനെ വെട്ടിലാക്കുന്ന പരാമർശങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥം. അതായത് അന്ന് പത്മകുമാർ പ്രസിഡന്റായിരുന്ന കാലത്ത് പോലും പത്മകുമാറിന്റെ മുകളിൽ കയറിയിരുന്ന് പണിയെടുത്തവനാണ് ഈ പറയുന്ന വാസു എന്ന് പറയപ്പെടുന്നത്. ആർക്കു വേണ്ടി? പിണറായി വിജയന് വേണ്ടി, അല്ലെങ്കിൽ ആ സർക്കാരിന് വേണ്ടി. അങ്ങനെ മുൻ കമ്മീഷണർ വാസുവിനെ അറസ്റ്റ് ചെയ്യാനിടയായ സാഹചര്യം പത്മകുമാറിന്റെ കാര്യത്തിലും നിലനിൽക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. സ്വർണം പൊതിഞ്ഞ കട്ടളപ്പാളിയെ ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതും വാസുവിന്റെ നേതൃത്വത്തിൽ എന്നാണ് അന്വേഷണ സംഘം കോടതിയെ വരെ അറിയിച്ചിരിക്കുന്നത്. ഈ സമയത്ത് പ്രസിഡന്റായിരുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പത്മകുമാറാണ്. കമ്മീഷണറായിരുന്ന വാസു മുന്നോട്ട് വെച്ച ഉത്തരവുകൾ പത്മകുമാർ അംഗീകരിച്ചതായിട്ട് അന്വേഷണ സംഘത്തിന് തെളിവ് സഹിതം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ എന്നാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതും. വാസുവിനെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമ്പോൾ പത്മകുമാറിനെതിരെ മൊഴി ലഭിക്കുമോ എന്നത് നിർണായകമാവുകയാണ്. അപ്പോൾ ഇന്നത്തെ മൊഴി കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പത്മകുമാറിന്റെ വീട് വളഞ്ഞാണെങ്കിലും അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ അടുത്ത ഒരു ബന്ധുവിന്റെ മരണം,
ആ മരണാനന്തര ചടങ്ങുകൾ കാരണം ഉടൻ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ല എന്നും സാവകാശം വേണമെന്നും പറഞ്ഞുകൊണ്ട് പത്മകുമാർ അന്വേഷണ സംഘത്തെ അതിനൊരു കത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് അംഗീകരിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാകുവാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ എപ്പോൾ വേണമെങ്കിലും പത്മകുമാർ അറസ്റ്റിലാകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തി ദേവസ്വം ബോർഡ് അംഗങ്ങളും ജീവനക്കാരും അഴിമതി നടത്തി എന്നുള്ള കണ്ടെത്തലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നു. അതിനിടെ അറസ്റ്റിലായവരെ CPM ഇപ്പോൾ സത്യത്തിൽ തള്ളിപ്പറഞ്ഞു തുടങ്ങി. ഇനിയിപ്പോൾ ആരെയും തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ശബരിമല സ്വർണ്ണമോഷണവുമായിട്ട് ബന്ധപ്പെടുത്തി LDFനെയും സർക്കാരിനെയും ഇകഴ്ത്തി കാണിക്കുവാനുള്ള പ്രതിപക്ഷ മാധ്യമ ശ്രമങ്ങൾ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ളത് എന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. അറസ്റ്റിലായ 3 ജീവനക്കാരും കോൺഗ്രസിന്റെ ഭരണകാലത്ത് നിയമിതര ആയവരാണ് എന്നും ജീവനക്കാരുടെയൊക്കെ കോൺഗ്രസ് ജീവനക്കാരെല്ലാവരും ഈ കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കളാണ് എന്നൊക്കെ പാർട്ടി പത്രം വല്ലാതെ പുകഴ്ത്തി പറയുന്നുണ്ട്. അയ്യപ്പ സംഗമം പൊളിക്കുവാൻ സ്വർണ്ണമോഷണ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രംഗത്തിറക്കിയത് പ്രതിപക്ഷമാണ് എന്നുകൂടിയുള്ള ആരോപണമുണ്ട്. ശില്പപാളിയുടെ പീഠം ഈ പറയുന്ന കാണാതായെന്ന കള്ളം 24 മണിക്കൂറിനകം പ്രചരിപ്പിച്ചത് ഇതേ മാധ്യമങ്ങളാണ് എന്നുകൂടി പറയുന്നുണ്ട്. അത് പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചു എന്ന് കണ്ടെത്തിയതോടെ പുറത്തു വന്നത് വൻ ഗൂഢാലോചന. സത്യത്തിൽ അതൊരു ബൂമറാങ്ങായി മാറുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ ഈ ശില്പപാളിയുടെ പീഠം കാണാനില്ല, അത് 24 മണിക്കൂറിനകത്ത് കണ്ടുപിടിച്ചത് ഇതേ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആ ഒരു ആരോപണത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അന്നത്തെ ഏറ്റുപറച്ചിലേക്ക് എത്തപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വലിയ ഗൂഢാലോചനയിലേക്ക് എത്തപ്പെടുന്ന വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വാർത്ത അന്ന് നൽകിയതോടുകൂടി ഈ പോറ്റിയെ രംഗത്തിറക്കിയതൊരു വാർത്താ ചാനലാണ് എന്നുകൂടി പറയുന്നുണ്ട്. SITയെ നിയോഗിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചപ്പോൾ സർക്കാർ പൂർണ്ണമായിട്ട് അതിനോടൊപ്പം സഹകരിക്കുകയും ചെയ്തു. മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തു. പക്ഷേ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ അന്ന് പറഞ്ഞത് പീഠം പോറ്റിയുടെ ബന്ധുവീട്ടിലേക്ക് മാറ്റിയെന്ന് കണ്ടെത്തിയിരിക്കുന്നു, ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു എല്ലാം എന്നുള്ളതാണ് എന്ന് അപ്പോൾ തന്നെ വ്യക്തമായില്ലേ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി SIT അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണല്ലോ. കോടതിയുടെ നിലപാടിനെ സർക്കാർ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുകയാണ് എന്നും ആരൊക്കെയാണ് കുറ്റവാളികൾ, ആർക്കെല്ലാമാണ് വീഴ്ചകൾ ഉണ്ടായത് തുടങ്ങിയവെല്ലാം പുറത്തു വരേണ്ട കാലഘട്ടമായി എന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നൊക്കെ അന്ന് അദ്ദേഹം അവിടെ അങ്ങ് ഡൽഹിയിൽ ഇരുന്ന് വലിയ വാർത്താ സമ്മേളനമൊക്കെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF നേതാക്കളും അയ്യപ്പന്റെ തരി സ്വർണം മോഷ്ടിച്ച ആരെയും വെറുതെ വിടരുത് എന്നുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പെടുന്നതെല്ലാം CPMകാരാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ പറഞ്ഞ മുരാരി ബാബു ആണെങ്കിലും സുധീഷ് കുമാർ ആണെങ്കിലും N വാസു ആണെങ്കിലും ഇനി അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്ന A പത്മകുമാർ ആണെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി ആണെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ എല്ലാ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ CPMന്റെ രാഷ്ട്രീയമാണ് എന്നുള്ളത് ഈ പറയുന്ന MV ഗോവിന്ദൻ സഖാവ് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും മറയ്ക്കാനായിട്ട് ഈ സർക്കാരിനുണ്ടെങ്കിൽ 1998 മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമായിരുന്നില്ല എന്നുകൂടി ഇവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അതായത് ശില്പപാളികൾ മാത്രമല്ല, കട്ടിള അടക്കം കൊണ്ടുപോയതിലും ദുരൂഹതയുണ്ട് എന്ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയത് ദേവസ്വം വിജിലൻസ് ആണ് എന്ന് പറയുന്നുമുണ്ട്. സ്വർണം പൂശിയവയും തകിട് പതിച്ചവയും ചെമ്പ് എന്ന് എഴുതിയതിൽ പലർക്കും പങ്കുണ്ട് എന്നുകൂടി അന്ന് വിജിലൻസ് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ SIT അത് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇത് സ്വർണമായിരുന്നതിനെ ചെമ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എഴുതി ചേർത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്, വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. SITക്ക് അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് SITയെ വെച്ചത് പോലും. പക്ഷേ SITയെ വയ്ക്കുന്നതും വയ്ക്കാത്തതുമൊക്കെ ഈ സർക്കാരിന്റെ പണിയാണ് എന്ന് കരുതരുത്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വാസു പോലും അറസ്റ്റിലാവില്ലായിരുന്നു. ഇതിനു മുൻപേ തന്നെ മുരാരി ബാബുവിലോ അല്ലെങ്കിൽ സുധീഷ് കുമാറിലോ ഒതുങ്ങുന്ന ഒരു കേസായി മാത്രം ഇത് അവസാനിച്ചേനെ. പക്ഷേ ഇവിടെ വാസുവിന്റെ CPM പശ്ചാത്തലം പോലും പുറത്ത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. CPMന് വേണമെങ്കിൽ ഒളിച്ചുകളി നടത്തുന്ന ഈ പറയുന്ന CPMന്റെ ഈ ഒളിച്ചുകളി എന്ന് പറയപ്പെടുന്നത് ഈ പറയുന്ന 3 പേരും അല്ലെങ്കിൽ 4 പേരും CPMന്റെ അനുഭാവികളാണ്. ഈ വാസു എന്ന് പറയപ്പെടുന്നത് മുമ്പ് CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു.
മുരാരി ബാബു എന്ന് പറയപ്പെടുന്നത് ഇടത് സംഘടനയുടെ നേതാവായിട്ട് ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. സുധീഷ് കുമാർ എന്ന് പറയപ്പെടുന്നത് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റിയിൽ മത്സരിച്ച് LC സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തിയ ആളായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ബ്രാഞ്ചിൽ തന്നെ വീണ്ടും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ അംഗമായി തന്നെ തുടരുകയാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും CPM-ന്റെ ബന്ധമുണ്ട്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. ഏത് മന്ത്രിയുമായിട്ടും ബന്ധമുണ്ട്, ഏത് രാഷ്ട്രീയക്കാരനുമായിട്ടും ബന്ധമുണ്ട്. അങ്ങനെ വലിയ തട്ടിപ്പ് നടത്തുന്ന ഗൂഢാലോചന സംഘത്തിന്റെ കണ്ണിയായിട്ട് ഇവരെല്ലാവരും മാറുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. കാരണം വാസുവിന്റെ മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ അറസ്റ്റിലേക്ക് എത്തുക. എന്ത് ന്യായീകരണം പറഞ്ഞിങ്ങനെ ഉള്ളുകള്ളികളൊക്കെ പറഞ്ഞ് ഒളിച്ചിരിക്കാൻ ശ്രമിച്ചാലും വീട് വളഞ്ഞാണെങ്കിലും A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.